ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ക്രോഷേ ലേണിംഗ്. അപ്പോൾ നമ്മൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ ഈ ഒരു കോസ്റ്ററാണ് ഉണ്ടാക്കിയത്. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു കോസ്റ്ററാണ് ഉണ്ടാക്കിയത്. ഇത് അത്യാവശ്യം കുറച്ച് വലിയ കോസ്റ്ററാണ്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഫസ്റ്റ് പ്രോജക്റ്റ്. ഒരു സ്ട്രോബെറി ഉണ്ടായിരുന്നു, അത് എവിടെയോ പോയി. അപ്പോൾ ഇത് ബൊക്കെ പോലെ വരുന്നത്, ഫ്ലവേഴ്സ് ചെയ്യിക്കാനുള്ള സാധനം ഇല്ലാത്തതുകൊണ്ട് ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്രോഷറ്റ് ബിഗിനേഴ്സിന് പറ്റിയ ഒരു സംഭവമാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക് സ്റ്റിച്ചസ്, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സെക്കൻഡ്, ഞാനൊരു ബാഗ്, ഇത് ടൂലിപ്സ് വെച്ചിട്ടുള്ള ഒരു ബാഗാണ് ഞാൻ ചെയ്യുന്നത്. അത് നമ്മൾ പകുതിയായിട്ടുള്ളൂ. അതിൻ്റെ വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രോഷേൻ്റെ ബേസിക്കിലോട്ട് പഠിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 3mm ഒരു ഇത്രയുള്ള ഹുക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. കണ്ടാൽ തന്നെ മനസ്സിലാവായിരിക്കും, 3mm ഒരു ഹുക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. ബിഗിനേഴ്സ് ആണെങ്കിൽ മാത്രം 2.5mm ഹുക്ക് എടുത്താൽ മാത്രം മതി. ഞാനിപ്പോൾ എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഇതാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഒരു വയലറ്റ് ഇതുപോലത്തെ ക്വാളിറ്റിയെല്ലാം ഞാൻ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പക്ഷെ എൻ്റെ അടുത്ത് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ ഈ വയലറ്റ് ഇപ്പോൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്നത് മറ്റെന്താണ് പറയുന്നത്, സ്ലിപ്പിനോട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനൊരു ചെറിയ സ്ലിപ്പ് നോട്ട് വരും. മനസ്സിലായ ഒരു വേഷം കൂടെ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു സ്ലിപ്പ് നോട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇതാണ് സ്ലിപ്പ് നോട്ട്. ഈ കെട്ട് ചിലവർക്ക് ഇടാൻ അറിയാമായിരിക്കും. അപ്പോൾ ഈ കെട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്ലിപ്പ് നോട്ടാണ് ആദ്യം ഇട്ട് കൊടുത്തേക്കുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാകുമായിരിക്കും ആൾക്കാർക്ക്. പിന്നെ ഇത്രയും ഗ്യാപ്പ് നമ്മൾ വിട്ടേക്കണം ഗൈസ്. ഈ സാധനത്തിൽ അത് വേണമെങ്കിൽ ചെയ്യാം. ഇത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ തയ്ച്ചാവും. ഇതാണ് ഞാൻ സാധാരണ എണ്ണ പക്ഷെ ഇത് വരുമ്പോഴത്തേനും ഭയങ്കര സ്റ്റിക്കിയും ഭയങ്കര പാടുമായിരിക്കും ചെയ്യും. അതിനെക്കാട്ടും നല്ല നമുക്ക് കൈകൊണ്ട് തന്നെ ചെയ്യുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കണം. ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ ഒന്ന് ചുറ്റും, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റും, ഇങ്ങനെ ഒന്ന് ചുറ്റിയിട്ട് നമ്മളിങ്ങനെ വലിക്കണം. മനസ്സിലായോ? ക്ലിയർ ആണോന്ന് അറിഞ്ഞൂടാ. ഇതേപോലെ നമ്മൾ ഒരു 2-3 സ്റ്റെയിൻ സ്റ്റിച്ച്, ഇത് എത്രത്തോളം ചെയ്യണോ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റെയിൻ സ്റ്റിച്ച് കിട്ടും. എത്ര എണ്ണം ചെയ്യണോ അത്രയും നമുക്ക് സ്റ്റെയിൻ സ്റ്റിച്ച് കിട്ടും. ഇത്രയും സ്റ്റെയിൻ സ്റ്റിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം. ഇങ്ങനെ മുറുക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുറിക്കണം. ഇങ്ങനെ ലൂസായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരും. അതാണ് ഇങ്ങനെ ഞാൻ ഗ്യാപ്പായിട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം,
ചെയിൻ സ്റ്റിച്ച് ചെയ്തതിൽ നമ്മുടെ ഈ ഹുക്കൊന്ന് കിഴിച്ചു. എന്നിട്ട് നമ്മൾ ഒന്നാമത്തിലേക്ക് വെച്ചില്ലേ അതിൽ ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ ചെയ്തു. അപ്പോൾ അതിങ്ങനെ രണ്ട് സ്ലിപ്പ് നോട്ട് പോലെ അതിൽ നമ്മൾ രണ്ടെണ്ണം ഒരുമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഒന്ന് കയറ്റണം ഒന്ന് ഇറക്കണം. അത് കഴിഞ്ഞിട്ട് ഒന്ന് കയറ്റി രണ്ട് ഇറക്കണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചെയ്തതാണ്. അങ്ങനെ ഒന്ന് കയറ്റി രണ്ട് ഇറക്കണം, ഒന്ന് കയറ്റി നമ്മുടെ ഡബിൾ ക്രോഷീസ് വരുന്നത്. ഇത്രയുള്ള ഡബിൾ ക്രോഷിയാണ് നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ ഇത് മൊത്തം അയക്കണം. ജസ്റ്റ് ഇപ്പം നൂല് പോലെയാവും. വീണ്ടും നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഹുക്ക് ഇങ്ങോട്ട് കയറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടും ഡബിൾ ക്രോഷി എല്ലാം ചെയിൻ സ്റ്റിച്ച് 5 എണ്ണം നമ്മൾ ചെയ്ത് കൊടുക്കണം. ചുമയാണ് ഗൈസ്, അതുകൊണ്ടാണ് നമ്മുടെ 6 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചുറ്റിൽ ചുറ്റി കൊടുക്കാം. മുമ്പത്തേൽ ചുറ്റിയില്ല, ഡയറക്റ്റായിട്ട് കയറ്റിലുണ്ടായിരുന്നുള്ളൂ. നമുക്ക് ചുറ്റിയിട്ട് ഒന്നാമത്തേൽ കയറ്റണം. വീണ്ടും ഒരു ചുറ്റിയിട്ട് ഒരെണ്ണത്തിൽ എങ്ങനെ ഇറക്കണം. വീണ്ടും ചുറ്റിയിട്ട് രണ്ടെണ്ണത്തിൽ ഇറക്കണം. അപ്പോൾ വീണ്ടും നമുക്ക് അതേപോലെ 2 സ്റ്റിച്ച് കിട്ടും. അപ്പോൾ നമ്മളത് വീണ്ടും 2 സ്റ്റിച്ചിങ്ങനെ ഇറക്കി കൊടുക്കാം. അങ്ങനെയാണ് നമ്മുടെ ഡബിൾ ക്രോഷി വരുന്നത്. അങ്ങനെ വീണ്ടും നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇതുപോലെയാണ് ഈ സ്റ്റിച്ചൊക്കെ നമ്മൾ ചെയ്തത്. പിന്നെ ഈ ഒരു ക്ലോസ്റ്ററും അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതേ സെയിം പാറ്റേൺ വരുന്ന ഡിസൈൻസാണ് നമ്മൾ ഇതിലും ചെയ്തേക്കുന്നത്. ഈ ഒരു സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുറേ പ്രോഡക്റ്റ്സ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡബിൾ ക്രോഷീസ്. മൊത്തം നമ്മൾ ഡബിൾ ക്രോഷീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്തത് നമ്മൾ ഡബിൾ ക്രോഷി സിസ്റ്റേഴ്സാണ്. ഈ ഡബിൾ ക്രോഷി സിസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുറേ പ്രോജക്റ്റ് നമുക്ക് ചെയ്യും. അത് ആ പ്രോജക്റ്റൊക്കെയാണ് ഞാനിപ്പോൾ മുമ്പ് കാണിച്ചു തന്നത്. ഒരു ബാഗിൻ്റെ നോട്ടും പിന്നെ ക്രോഷിൻ്റെ കോസ്റ്ററും. ഇനി നമുക്ക് വീണ്ടും അത് മൊത്തം അയച്ചു തന്നിട്ട് നമുക്ക് വീണ്ടും ആ നോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും 4 എണ്ണം മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഗൈസ്. 4 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നാമത്തെ സ്റ്റിച്ചസിൽ നമ്മൾ ഒരെണ്ണം കയറ്റാം. എന്നിട്ട് നമ്മൾ ഒരു റൗണ്ടും കൂടെ ചെയ്തിട്ട് അടുത്തതിൽ നമ്മൾ ഒന്നും കൂടെ കയറ്റാം. നമ്മൾ ഒന്നിലിറക്കാം.
ഇതാണ് ഗൈസ് ത്രിബിൾ ക്രോഷി. ത്രിബിൾ ക്രോഷി ആണ് ഇതിലെ മെയിൻ ആള്. ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് കാണണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും എങ്ങനെയാണ് ത്രിബിൾ ക്രോഷി സ്റ്റിച്ചസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ത്രിബിൾ ക്രോഷി സ്റ്റിച്ചസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒറ്റ വലിവൽസ് ഇത് മൊത്തം അഴിയുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് നേരെ ഇതുപോലെ കുത്തി വെക്കാം. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 10 റുപ്പീസ് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം വലുത് നമുക്ക് കിട്ടും. എന്താ പറയാനുള്ളത്, ഇതുപോലത്തെ പ്ലാസ്റ്റിക് ഹുക്ക് നമ്മൾ ഒരിക്കലും വാങ്ങിക്കരുത്. ഇതുപോലത്തെ പ്യൂർ ഹുക്ക് മാത്രമേ വാങ്ങിക്കൂ. പിന്നെ ഒരു പ്രഷൽ സാധനം ഞാൻ പഠിപ്പിച്ചു തരാം, മാജിക്. ഇതെല്ലാവർക്കും അത്യാവശ്യം പാടുള്ളൊരു സംഭവം. അതിന് നമ്മളൊരു ലൈറ്റ് നീല ാണ് എടുക്കുന്നത്. ഇതും 10 റുപ്പീസ് മാത്രമേ, കുറച്ച് ലെങ്ത് കൂടിയാണ്. അതിൽ നമ്മൾ അതുപോലെ തന്നെ സ്ലിപ്പ് നോട്ട് അല്ല ഇപ്പോൾ ഇടാൻ പോകുന്നത്. നമ്മൾ മാജിക് റിങ്ങാണ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ആദ്യം ഇങ്ങനെ കയറ്റും, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കയറ്റും. അതിനുശേഷം ഇതിൻ്റെ ഇപ്പുറത്ത് കാണുന്ന ഈ കൂട്ട് ഭാഗം വെച്ചിട്ട് ഇപ്പുറത്ത് വലിച്ച് എടുക്കരുത്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് മൂന്ന് സ്റ്റേജസ് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. 3 സ്റ്റേജസ് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഡബിൾ ക്രോഷ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ ഡബിൾ ക്രോഷ്, അതിൽ നമുക്ക് ഇങ്ങനെ ഒരു ഡബിൾ ക്രോഷ് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മിങ്ങനെ 12 ഡബിൾ ക്രോഷ് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ ഇവിടെ ചെയ്ത് രണ്ടാമത്തെ ചെയ്തു. ഇത് ഡബിൾ ക്രോഷസ്. പക്ഷേ ഇത് നമ്മൾ ഇപ്പോൾ 2 ചെയ്തോളൂ. അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് 4 ഡബിൾ ക്രോഷസ് ആണ്. 1 2 3 4. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പഠിപ്പിക്കാം. ഒരു നമ്മൾ ഇങ്ങനെ ചുറ്റണം. അത് കഴിഞ്ഞിട്ട് ഈ മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ എടുക്കണം. കൂടെ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്കൊരു സ്ലിപ്പ് എന്താണ് ഡബിൾ ക്രോഷി പോലെ ഫോം ചെയ്യും. അപ്പോൾ നമ്മൾ അതിന് താഴെ അത്യാവശ്യം പാടുണ്ടാവും. നമ്മൾ ഒന്നും കൂടെ ഇതുപോലെ നമുക്ക് വരുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഡബിൾ ക്രോഷി ഇട്ട് കളയണം. അപ്പോൾ നമുക്ക് വീണ്ടും പഴയ പോലെ ഒന്നും കൂടെ ചുറ്റി ഇങ്ങനെ കൊടുക്കാം. അങ്ങനെ സെയിം പാറ്റേൺ നമ്മൾ ചെയ്ത് പോകും. ഡബിൾ ക്രോഷി നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലോക്കാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ക്രോഷി വന്നേക്കുന്ന ഭാഗം ഉണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ താഴെ ഇങ്ങനെ വെക്കാം.
ഫസ്റ്റ് വന്നേക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങനത്തെ ഗ്യാപ്പ് വന്നു. അവൻ നല്ലപോലെ പിടിച്ചിങ്ങനെ വലിക്കുക, നല്ലപോലെ വലിക്കുക. അപ്പോൾ നമുക്ക് ഒരു സംഭവം കിട്ടും. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിൻ്റെ നടക്കും സെയിം സംഭവം തന്നെ വന്നേക്കുന്നത്. ഇതാണ് മാജിക് റിങ് വന്നേക്കുന്ന ഭാഗം. മനസ്സിലായോ ഗൈസ്? നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ നിന്ന് ഡബിൾ ക്രോസ് നമുക്ക് ചെയ്യാം. ഇത് നമുക്ക് കറക്കരുത്, നമ്മൾ കറക്കരുത്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്കാണ്ട് ഇങ്ങനെ ചുറ്റണം. നമ്മൾ ഇങ്ങനെ പിടിക്കണം കേട്ടോ ഗൈസ്. ഈ കൂട്ടേൻ്റെ അവിടെ എന്നിട്ട് ഇവിടെ ഒരു സ്റ്റെയിൻ സ്റ്റിച്ച് ഉണ്ടാവും. ഇതേപോലെ സ്റ്റെയിൻ സ്റ്റിച്ച് ഉണ്ടാവും. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റെയിൻ സ്റ്റിച്ച്. രണ്ടിൻ്റെ പൊക്കത്ത് പോകരുത് ഗൈസ്, അത് അതിൻ്റെ നിയമമാണ്. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റിന് തന്നെ നാശമായിരിക്കും. ഇതിനുള്ളിൽ നമ്മൾ ഇങ്ങനെ കയറ്റാം. അതിനുശേഷം നമ്മൾ ഒന്ന് കയറ്റാം, ഒന്ന് ചുറ്റാം, രണ്ടിറക്കാം, ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കിടുക്കാച്ചി വേണമെങ്കിൽ അവിടെ ഇങ്ങനെ ലൂസായി പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവിടെ ഒന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ റെഡി, നമ്മുടെ മാജിക് റിങ് റെഡി. ഇങ്ങനെയാണ് നമ്മുടെ മാജിക് റിങ് ചെയ്യേണ്ടത്. ഇത് ബിഗിനേഴ്സിന്, തുടങ്ങുന്നവർക്ക് പോലും സിമ്പിളായിട്ട് ചെയ്യുന്ന സാധനമാണ്. ഇതെല്ലാവരും ചെയ്യേണ്ടതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ. പിന്നെ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ഇത് നമ്മൾ ചെയ്തില്ലേ, ഇതുപോലത്തെ ഇനി ചെയ്യത്തില്ല, വേറൊന്നും ചെയ്യും. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ബൈ.